ഹായ് ഫ്രണ്ട്സ്, ഹായ്. ഞങ്ങളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നെൽകൃഷിയുടെ ഇതാണ് കാണിക്കുന്നത്. കുറച്ച് സ്ഥലത്ത് നമ്മളെ മുറ്റത്ത് തന്നെ ചെയ്യുന്ന ഒരു കൃഷിന്. അപ്പോൾ കുറച്ച് നെല്ലിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ അങ്ങനെ ഒരാശയം വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് അതൊരു പ്രത്യേകത തന്നെയല്ലേ. അപ്പോൾ നെല്ല് വിളഞ്ഞ് ഉണ്ടാവാനൊന്നും വേണ്ടിയിട്ടല്ല, അപ്പോൾ ഒരു പച്ചപ്പ് കാണാൻ പിള്ളേർക്കും കാണിച്ചു കൊടുക്കാമല്ല. അവരും പാടവും കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കും അതൊന്ന് ഒരു അനുഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നെല്ല് വിത്ത് വിതയ്ക്കുന്നത് മാത്രമേ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മളെ വീഡിയോ കാണാൻ അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന് നമ്മൾ കിളച്ച് റെഡിയാക്കണം. നെല്ല് വിത്തിടാൻ വേണ്ടിയിട്ട് നല്ല താത്തി കിളച്ച് കരനെൽ കൃഷിന് നമ്മൾ ചെയ്യാൻ പോണത്. ഒരു കുറച്ച് സ്ഥലം അത്രയ്ക്കുള്ളൂ ഈ കാണുന്ന സ്ഥലത്തിന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കിളച്ച് റെഡിയാക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. നിറച്ച് കട്ടയും കല്ലൊക്കെയാണ്. അപ്പോൾ ഇത്തിരി കളയ്ക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിറച്ച് കുപ്പിച്ചില്ല എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കവറുകളും ഇതൊക്കെ ഉണ്ട്. പുല്ലുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ആദ്യമേ പറിച്ച് കളഞ്ഞു. നമ്മൾ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ കൊത്തു കൊത്തുമ്പോഴും അതിലൊക്കെ നിറച്ച് ഈ ഓടിൻ്റെയും ഒക്കെ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് കളച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലിത് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി. എൻ്റെ കുപ്പിച്ചിലാണ് ഇതൊക്കെ കിട്ടുന്നത്. പിള്ളേരൊക്കെ കളിച്ചിട്ടൊക്കെ എറിഞ്ഞ് കളിച്ചൊക്കെ പൊട്ടിച്ചിട്ട് നിറച്ച് കുപ്പിച്ചില്ലൊക്കെ. ഇനി അപ്പോൾ ഇത് മഴക്കാലത്ത് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇത്രയും നാൾ നമ്മളിത് മാറ്റി വെച്ചത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി കിട്ടുമല്ലോ. ഇതിന് ചെളിയും വെള്ളമൊക്കെ നല്ലോണം ആവശ്യമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിഷയും വന്നു കളയ്ക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മാറി നിന്നു. നിഷയുടെ വക കളക്കലാണിത്. പിന്നെ കുറച്ച് നമ്മൾ വേറെ ഗ്രോ ബാഗിൽ കുറച്ച് വിത്തൊക്കെ പാവിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇതൊക്കെ കുറച്ച് വാഴക്കന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുറിച്ച് കളഞ്ഞിട്ട് വെച്ചിരിക്കുന്ന കാരണം അത് ശരിക്കും കാണില്ല. കുറച്ച് ചേമ്പ് നട്ടു നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ചേമ്പ് പറിച്ചപ്പോൾ കുറച്ച് വിത്തൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് രണ്ടാമത് നട്ടതെന്ന്. മറ്റേ വാഴകൾ വേറെ വാഴകളാണ്, എന്തോ ഞാലിപ്പൂവന അങ്ങനെ എന്തോ പേര്. പിന്നെ കുഴിയിൽ വെച്ചിരിക്കുന്നത് നേന്ത്രനുണ്ട്. ഒരു 6-7 കന്ന് നേന്ത്രൻ മേടിച്ച് നമ്മൾ വെച്ചതെന്ന്. അത് 2 ദിവസം മുന്നേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂമ്പൊക്കെ വരുന്നുള്ളൂ. കൃഷിക്ക് മേൽനോട്ടം നടത്താൻ കൃഷ്ണാഞ്ജലി വന്ന് നിൽക്കണത്. ഇത് കുറച്ച് പയർ നട്ടിട്ട് മുളച്ച് വരുന്നതാണ് കേട്ടോ. അത് ഇതിന് നമ്മൾ ഇത്രയ്ക്ക് നെല്ല നമ്മൾ വിതയ്ക്കുന്നുള്ളൂ. ഇത് പയറിൻ്റെ പയർ കുറച്ചൊക്കെ ഇങ്ങനെ പടർന്ന് തുടങ്ങി. നമ്മളെ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന പയർ ഇട്ടതാണ് കേട്ടത്. അതൊരു ഇതൊക്കെ മുളച്ചു. പക്ഷെ അതിന് എന്താ പറയുക, നമ്മൾ ഏറ്റം കൊടുത്തില്ല. അതുകൊണ്ട് ആകെ ഇങ്ങനെ പടർന്നു, നിലത്ത് തന്നെ പടർന്നു. ഇത് നമ്മൾ പടരുന്ന പയർ കുറച്ച് വേറെ നട്ടതാണ്. മുളകും തൈ അതൊക്കെ ഇങ്ങനെ കോഴി കൊത്താണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ മൂടി വെച്ചിരിക്കുന്നു. ഇവിടെ കുറച്ച് ചീര വിത്തിട്ടുണ്ട്. ചീര വിത്തൊക്കെ മുളച്ചു, അല്ലെങ്കിൽ കോഴിയൊക്കെ ആകെ ചിക്കി കളയും. നമുക്ക് വേണ്ട നല്ല ചുവന്ന് ചീര വിത്തുന്നത് മുളച്ചിക്കണത്. ഇതൊക്കെ കുറച്ചും കൂടി ആയിട്ട് വേണം നമുക്ക് പറിച്ച് വയ്ക്കാൻ. പിന്നെ ഇതിൻ്റെ ചുറ്റൊക്കെ ഒന്ന്
ഷീറ്റൊക്കെ വെച്ച് മറയ്ക്കണം. ഇതൊക്കെ വലുതായിട്ടൊക്കെ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ ഇടുന്നുണ്ട്. ചെയ്തവരൊക്കെ ഇപ്പം അങ്ങനെ മാടി വെക്കണം. നമ്മൾ ഒരു ഇതൊന്നും എന്താ പറയുക, ബണ്ട് കെട്ടുന്ന പോലെ വരമ്പ് പോലെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നു ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ കോഴിയൊക്കെ ചിക്കി ചിലപ്പോൾ കളയും. ഷീറ്റൊക്കെ മറയ്ക്കണം. അതിലും ഇത് മുളച്ച് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ വെച്ച് മറയ്ക്കണം. നമ്മൾ വരമ്പൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. വലിയ അറിവൊന്നുമില്ല, എന്നാലും അറിയുന്ന പോലെയൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ വെള്ളം കെട്ടി നിൽക്കണ്ടേ, ചെളി വേണമല്ല നെല്ലിന് നന്നായിട്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിലേക്ക് ഒഴുകി വന്നിട്ടേ അപ്പോൾ വെള്ളം കുറച്ച് ഇങ്ങനെ കെട്ടിക്കെടുക്കുമല്ലോ. നമ്മളിവിടെ എന്ന് വെച്ചാൽ മേപ്പറം പോലത്തെ സ്ഥലമാണേ, മേപ്പറം എന്ന് പറയാ, പേരാണ് മേപ്പറം എന്ന്. അപ്പോൾ പെട്ടെന്നൊന്നും ഇവിടെ വെള്ളം നിൽക്കില്ല, പെയ്തപ്പം തന്നെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനത്തെ സ്ഥലമാണ്. അപ്പം നമ്മളിത്തിരി വെള്ളം കെട്ടി നിൽക്കണ പോലെ ഒന്നും ആക്കണ്ടേ. അപ്പോൾ കുറച്ച് പൈപ്പൊക്കെ അടിച്ച് നനച്ച് ഒന്ന് കുതിർത്തി. ഇന്നലെ മഴ പെയ്തിട്ടുള്ള കാരണം ചെറിയ നനവൊക്കെ ഉണ്ട്. ഇന്നലെ നല്ലൊരു മഴ പെയ്ത് വൈകുന്നേരം. അത് അല്ലെങ്കിൽ എത്രയ്ക്കൊന്നും നമുക്ക് നനച്ചാൽ പോരാ. മണ്ണൊക്കെ നല്ല പൂളി മണ്ണായിരുന്നു. ഇവിടെ പ്രളയം വന്നപ്പോൾ പോലും ഇവിടെ തരി വെള്ളം നിന്നില്ല. അങ്ങനത്തെ സ്ഥലമായിരുന്നു. കയറി വന്നപ്പോഴേക്കും പിന്നെ അതൊക്കെ ഇറങ്ങിപ്പോയി. ഇവിടെ എല്ലാവരൊക്കെ ഇവിടെ തന്നെ താമസിച്ചത്, അവർക്കൊന്നും പോയിട്ടൊന്നും വന്നില്ല. അത് ഒരു ഭാഗ്യമായിരുന്നു. കുറേ ആൾക്കാർ പ്രളയം വന്നൊക്കെ കഷ്ടപ്പെട്ട് കുറച്ച് വെള്ളം ഫോഴ്സ് കുറവാണെന്ന് വെച്ചാൽ വെള്ളം അടിയിലേക്ക് പോയി. നല്ലോണം വേനൽക്കാലമായപ്പോഴേ അതങ്ങ് പെട്ടെന്ന് നിറഞ്ഞാണ്. ഇതൊക്കെ വെള്ളം അടിച്ച് നമ്മൾ നിർത്തിയിട്ട് വിത്ത് അതിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നനയ്ക്കണ്ടല്ലോ, നനവോട് കൂടി എടുക്കുമല്ലോ വിത്ത്. പിന്നെ മഴ പെയ്യുന്ന വെച്ചാൽ പിന്നെ ഇങ്ങനെ നനച്ച് കൊടുക്കേണ്ടി വരില്ല. നമ്മളിങ്ങനെ ഇപ്പോൾ വെള്ളം ഇതിലേക്ക് നിർത്തി വെള്ളം വേഗം വറ്റിക്കൂടെ, അതിനിങ്ങനെ നിറഞ്ഞു വരാത്തത്. പിന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സും കുറവാത്തത്. ഞങ്ങളിപ്പോൾ നെല്ല് വിത്ത് പാവി തുടങ്ങി. രണ്ടാളും കൂടി നടണം. ഇന്നത്തെ വീഡിയോ ഇപ്പം ഇത്രയ്ക്കുള്ളൂ.